ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ബെയറിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് റോളർ ബെയറിങ്സ്. റോളർ ബെയറിങ്ങുകൾ ഔട്ടറും ഇന്നറും ആയ ഭാഗങ്ങൾ ഗ്രൂവ് റേസോട് കൂടിയത് ലഭ്യമാണ്. ഇത് സെലക്ട് ചെയ്യുന്നത് ഏത് റേസിലാണ് ലോക്ക് ചെയ്യുന്നത് എന്ന് ആശ്രയിച്ചിരിക്കുന്നു. റോളർ ബെയറിങ്ങുകൾ റേഡിയൽ ജേർണൽ ലോഡ് കൈകാര്യം ചെയ്യുന്നതിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും ഒരേ സൈസിലുള്ള ബോൾ ബെയറിങ്ങിനേക്കാൾ ഉയർന്ന റേഡിയൽ ലോഡുകൾ വഹിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ചിത്രം ഒന്ന് നോക്കുക. സെൽഫ് അലൈനിങ് റോളർ ബെയറിങ്സ്. സെൽഫ് അലൈനിങ് റോളർ ബെയറിങ്ങുകൾക്ക് ബാരൽ ഷേപ്പിലുള്ള റോളറുകളും ഔട്ടർ റേസിൽ സ്പിയറിക്കൽ ബോറുകളുമുണ്ട്. വളരെ കൂടിയ റേഡിയൽ ലോഡുകൾക്ക് വേണ്ടി ഡബിൾ ഡ്രോ റോളർ ബെയറിങ്ങുകളും ലഭ്യമാണ്. ചിത്രം 2 നോക്കുക. അടുത്തത് നീഡിൽ ബെയറിങ്സ്. വളരെ ചെറിയ ഡയമീറ്ററുള്ള റോളറുകളെ നീഡിൽ റോളറുകൾ എന്ന് വിളിക്കുന്നു. ചിത്രം 3 നോക്കുക. ഇത്തരം ബെയറിങ്ങിൽ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ പ്രത്യേകം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഹൗസിങ്ങിൽ ബെയറിംഗ് സ്പേസ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ചിത്രം 4 ഒരു സർക്കുലാർ കേജിൽ നീഡിലുകൾ അതിൻ്റെ ഹൗസിങ്ങിൽ പുഷ് ഫിറ്റ് വഴി ഫിറ്റ് ചെയ്തിരിക്കുന്നു. ആംഗുലാർ കോണ്ടാക്റ്റ് ബോൾ ബെയറിംഗ്. ഈ ബെയറിങ്ങുകൾ ആക്സിൽ ത്രസ്റ്റും അതുപോലെ തന്നെ റേഡിയൽ ലോഡുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ചിത്രം 5 കാണുന്നത് ഒരു ആംഗുലാർ കോണ്ടാക്റ്റ് ബോൾ ബെയറിംഗ് സിംഗിൾ റോ ടൈപ്പാണ്. അത് ടേപ്പേഡ് റോളർ ബെയറിംഗ്. ഇവ ഉയർന്ന ആക്സിയൽ ത്രസ്റ്റ് ലോഡ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ടേപ്പേഡ് റോളർ ബെയറിങ്ങുകളിൽ ചെറിയ ടേപ്പറായിട്ടുള്ള കോണുകൾ ഉപയോഗിക്കുന്നത് ആക്സിയൽ ത്രസ്റ്റ് റേഡിയൽ ലോഡിനേക്കാൾ കൂടുതലായതിനാലാണ്. ഈ ബെയറിങ്ങുകൾ ഒരു ദിശയിൽ നിന്നുള്ള ത്രസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിപരീത ത്രസ്റ്റ് ഉണ്ടായാൽ ബെയറിങ്ങുകൾ ജോഡികളായിട്ട് ഈ പ്രതിസന്ധിയെ ചെറുക്കാൻ ഉറപ്പിക്കണം. ചിത്രം 6 നോക്കുക. ത്രസ്റ്റ് ബോൾ ബെയറിംഗ്. ഈ ബെയറിങ്ങുകൾ വെർട്ടിക്കൽ ത്രസ്റ്റ് ലോഡ് കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗപ്രദമാണ്. പക്ഷേ ഏതെങ്കിലും റേഡിയൽ ലോഡ് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ചിത്രം 7 നോക്കുക. സ്പെഷ്യൽ ത്രസ്റ്റ് ബെയറിങ്ങുകൾ ഹൊറിസോണ്ടൽ എൻഡ് ത്രസ്റ്റുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ലഭ്യമാണ്. ചിത്രം 8 നോക്കുക. ബെയറിങ്ങുകൾ ഒരു കറങ്ങുന്ന ഷാഫ്റ്റിൻ്റെ സപ്പോർട്ടിംഗ് മെമ്പറുകളാണ്. ഇവ യോജിച്ച രീതിയിൽ പ്രായോഗികമാക്കുകയും തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ സുരക്ഷിതവും വിശ്വസനീയമായ സേവനവും ലഭിക്കുന്നു. അടുത്തത് റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്സ്. റോളിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങുകളെ ആൻറ്റി ഫ്രിക്ഷണൽ ബെയറിങ്ങുകൾ എന്നും അറിയപ്പെടുന്നു. ഈ ബെയറിങ്ങിൽ കോണ്ടാക്റ്റിംഗ് ഭാഗങ്ങളിൽ ഉള്ള ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ വളരെ കുറവാണ്. ബെൽ ബെയറിങ്ങുകൾക്ക് പോയിൻ്റ് കോണ്ടാക്റ്റാണ്. അതേസമയം റോളർ ബെയറിങ്ങുകൾക്ക് ലൈൻ കോണ്ടാക്റ്റും. റോളിംഗ് എലമെൻറ്റ്സ്. ബെയറിങ്ങിലെ റോളിംഗ് എലമെൻറ്റുകൾ 4 ബേസിക് പാർട്ടുകൾ ഉൾപ്പെടുന്നതാണ്. ഇന്നർ റേസ്, ഔട്ടർ റേസ്, ബോളുകൾ അല്ലെങ്കിൽ റോളറുകൾ, റീറ്റെയ്നറുകൾ അല്ലെങ്കിൽ കേജ് എന്നിവയാണ്. ഇന്നർ റേസ്, ഔട്ടർ റേസ്, ബോളുകൾ അല്ലെങ്കിൽ റോളറുകൾ എന്നിവ ബെയറിംഗ് ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബെയറിംഗ് റീറ്റെയ്നർ എന്ന 4ാമത്തെ ഭാഗം റോളിംഗ് എലമെൻറ്റുകളെ സ്വസ്ഥാനത്ത് നിലനിർത്തുന്നു. അടുത്തത് മെറ്റീരിയൽസ്. മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നതും മെറ്റീരിയൽ ക്വാളിറ്റി നിയന്ത്രിക്കുന്നതും ബെയറിങ്ങിലെ റോളിംഗ് എലമെൻറ്റുകൾ നിർമ്മിക്കുന്നതിൽ നിർണായകമാണ്. ബെയറിംഗ് സ്റ്റീലിന് ഉയർന്ന സ്ട്രെങ്ത്, ടഫ്നെസ്, വിയർ റെസിസ്റ്റൻസ്, ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി, മികവുറ്റ ഫാറ്റീഗ് റെസിസ്റ്റൻസ്
എന്നിവ വേണം. കൂടാതെ ആന്തരിക തകരാറുകളിൽ നിന്ന് സ്വതന്ത്രമാകേണ്ടതുമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ ഫിറ്റ്. അനുയോജ്യമായ ഫിറ്റിൻ്റെ പ്രാധാന്യം. റോളിംഗ് കോണ്ടാക്റ്റ് അനുയോജ്യമായ ഫിറ്റിലാണെങ്കിൽ ബെയറിംഗ് ദീർഘ സർവീസ് ലൈഫ് നിലനിർത്തുന്നു. ബെയറിംഗ് വളരെ ടൈറ്റായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റേഡിയൽ ക്ലിയറൻസ് കുറഞ്ഞിരിക്കുകയും അതിൻ്റെ ഫലമായി റോളിംഗ് എലമെൻറ്റ് ജാമായിത്തീരും. അതിൻ്റെ ഫലമായി ഇതിന് സ്ഥിരമായ തകരാറുണ്ടാകുന്നു. ബെയറിംഗ് വളരെ ലൂസാണെങ്കിൽ ഇത് ലോഡ് എടുക്കത്തില്ല. അതുകൊണ്ട് ഒരു യോജിച്ച ഫിറ്റ് വളരെ അത്യാവശ്യമാണ്. പൊതുവായ ആവശ്യങ്ങൾക്ക് ജേർണൽ അല്ലെങ്കിൽ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇന്നർ റേസിന് ജേർണലുമായി ഇൻ്റർഫറൻസ് ഫിറ്റ് ഉണ്ടാകുകയും ഔട്ടർ റേസിന് ഒരു ക്ലോസ് പുഷ് ഫിറ്റും ഉണ്ടായിരിക്കണം. ഒരു റൊട്ടേറ്റ് ചെയ്യാത്ത സ്പിൻഡിലിൻ്റെ കാര്യത്തിൽ ഔട്ടർ റേസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം ആകുമ്പോൾ ഔട്ടർ റേസ് ഇൻ്റർഫറൻസ് ഫിറ്റിനു ഉള്ളിലായിരിക്കും. കൂടാതെ ഹബ്ബ് ഇന്നർ റേസും സ്പിൻഡിലുമായി ക്ലോസ് പുഷ് ഫിറ്റിലായിരിക്കും. ടൈറ്റ്നസിൻ്റെയും ലൂസിനെസ്സിൻ്റെയും നില, ലോഡ്, സ്പീഡ്, ടെമ്പറേച്ചർ, ബെയറിംഗിൻ്റെ ടൈപ്പ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. In this video, we will see how bearings work and which are the main bearing types. More than 10 years in the industry has led JAS to become the qualified partner for some of the most important mechanical engineering companies, providing any type of bearing from different manufacturers. Let's take a closer look at a classic ball bearing. By decomposing and sectioning it, its components can be analyzed. The first elements that immediately get our attention are the steel balls. They represent the rolling elements, and they are held together by a cage, which can come in different shapes, and it's made of low friction materials. Then we have the inner ring, usually the one that moves, and the outer ring, both with a groove, which can be more or less deep in order to make the rotary elements glide. It is very common for the bearing to also be shielded. The shield can be made of metal for dust protection, or it can be made of plastic, preventing liquid infiltrations. They are placed in specific locations between the two rings so that they can protect the balls and the cage from external agents. At the same time, they can retain oil or grease inside the bearing, keeping it lubricated for its entire life cycle. In order to work correctly, bearings need a certain radial and axial clearance, so that when they reach the working temperature, their thermal expansion won't lead to over-tightening, which would cause the bearings to wear, or in worst case, even a seizure. But the three main categories are radial bearings, angular contact bearings, and axial bearings. At the same time, rotary bearings can be divided into ball bearings or roller bearings. The three main categories just mentioned differ according to load direction. So, radial bearings are used to withstand forces which are perpendicular to the axis. Angular contact bearing are used to withstand both perpendicular and axial loads. And axial bearings are used to withstand axial forces. The rotary components of the rolling element bearings make the movement easier. They are balls, as shown before, but also rollers, placed between the fixed part and the moving part. Ball bearings are among the most used bearings. The radial ones can be classified as single roll bearings, the most common type, or double roll bearings, which can withstand high radial loads. Among the radial ball bearings, we also find the self-aligning bearings that have two rings of balls. This type has an inner ring with two grooves placed side by side, while the outer ring has only one hemispherical groove. This system allows the inclination of the two rings' axis during the functioning.
There are also angular contact ball bearings that have either one or two rings of spheres. They typically have an oblique position respective to the axis of rotation of the load line passing through the contact points between the balls and the rings. They can withstand higher radial loads and axial forces. Finally, it could be noted that all these varieties have an axial configuration in order to withstand a mostly axial load. They are also called thrust bearings. Another major type of rotary bearings are the so-called roller bearings used when very high accuracy is required. They have the same categories, radial, angular contact, and axle bearings. But rollers have different shapes depending on the type. This is another difference between these and ball bearings. Radial bearings with cylindrical rollers are the most common type. If they have small rollers, they are called needle roller bearings, and thanks to their compactness, they are used when space is limited. They can only withstand radial loads. There is another variety, spherical roller bearings, which have cask-shaped rollers in order to allow inclining the rotation axis of the two rings. Tapered roller bearings are an oblique version and are used in case of combined load. This type of bearings are generally used in pairs, and they usually have inverse taper. All of these varieties can also have axial configuration in order to mainly withstand an axial load. They are also called thrust bearings. There are many types of bearings. The most common ones are plain bearings, also called sliding bearings or slide bearings, are made of two different parts. They don't have rotary elements. In fact, they work thanks to a thin porous bronze foil, which is covered by a layer of Teflon. The foil is placed between two elements of the bearing. These bearings are built to withstand high loads, and they can also bear misalignment. Linear motion bearings are designed to provide movement in one direction. They are usually called slides, and there are both linear ball bearings and linear roller bearings types. Magnetic bearings substitute rotary elements thanks to a magnetic induction, which allows them to be frictionless and avoid lubrication. As a result, they are very efficient in every condition, even in extreme temperatures. But one should always pay attention to the Curie temperature of the magnetic system. Bearings are one of the most used mechanical parts, and there are many varieties of them. So it is important to consider the area of use when choosing the right bearing. അടുത്ത ബെയറിംഗ് മൗണ്ടിംഗ്. ബെയറിംഗ് ഉറപ്പിക്കൽ വളരെ ശ്രദ്ധ അർഹിക്കുന്നു. ബെയറിംഗ് സ്പിൻഡിലിൽ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഇന്നർ റേസിൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതാണ്. ചിത്രം 10 നോക്കുക. ബെയറിംഗ് ഹൗസിംഗ് പ്രസ് ചെയ്ത് ഉറപ്പിച്ചെങ്കിൽ ഔട്ടർ റേസിൽ പ്രഷർ അപ്ലൈ ചെയ്യണം. ചിത്രം 11 നോക്കുക. തിന്നായിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ബെയറിംഗ് ഫിറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ഹൗസിങ്ങിൽ പുരട്ടണം. ചെറിയ ബെയറിങ്ങുകൾ മൗണ്ടിംഗ് സ്ലീവുകളും ഹാമറും ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഒരു കോപ്പർ ഡിഫ്റ്റും ഹാമറും ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാം. ചിത്രം 12 നോക്കുക. മൗണ്ടിംഗ് സ്ലീവിൻ്റെ ഫേസുകൾ പാരലലും ഫ്ലാറ്റും ആയിരിക്കേണ്ടതാണ്. ബെയറിംഗ് ഹൗസിങ്ങിൻ്റെ ആക്സിസിന് പാരലലായിട്ടോ അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് റൈറ്റ് ആംഗിളായിട്ടോ ആണ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരു യോജിച്ച ബെയറിംഗ് പുള്ളർ ലഭ്യമല്ലാത്തപ്പോൾ ഒരു സോഫ്റ്റ് മെറ്റൽ ഡ്രിഫ്റ്റ്
ഉപയോഗിച്ച് ബെയറിങ്ങിനെ യഥാസ്ഥാനത്ത് ഡ്രൈവ് ചെയ്യുക. ബെയറിങ്ങിൻ്റെ ഇന്നർ റേസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ റേസിൻ്റെ എതിർ പോയിന്റിൽ ചിത്രം 13 കാണുന്നത് പോലെ പടിപടിയായി സ്ട്രൈക്ക് ചെയ്യേണ്ടതാണ്. ഒരു ഷാഫ്റ്റിൻ്റെ സെൻറ്ററിൽ ഇൻറ്റേർണൽ ത്രെഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടെങ്കിൽ അവ ബെയറിങ്ങുകൾ ഉറപ്പിക്കുന്നതിനായി ഉപയോഗിക്കാൻ കഴിയും. ചിത്രം 14 നോക്കുക. സിലിണ്ടറിക്കൽ റോളർ ബെയറിങ്ങിൻ്റെ വേർപെടുത്താവുന്ന ഭാഗങ്ങൾ കൂടുതൽ സ്വതന്ത്രമാണ്. ആദ്യം ഇന്നർ റേസ് ഫിറ്റ് ചെയ്യുകയും ഔട്ടർ റേസ് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം റോളറും കേജുമായി അസംബിൾ ചെയ്യുക. ചിത്രം 15 നോക്കുക. ഷാഫ്റ്റിൻ്റെ ഫിറ്റിന് കൂടുതൽ ഇൻ്റർഫറൻസ് ഉണ്ടാകുമ്പോൾ ഒരു ഷ്രിങ്കേജ് ഫിറ്റാവുന്നു. അത്തരം ഒരു ഫിറ്റിന് ഇന്നർ റേസ് ഒരു ഓയിൽ ബാത്ത് ചിത്രം 16 കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇൻഡക്ടർ ഹീറ്റിംഗ് പ്രക്രിയ വഴി 90 ഡിഗ്രി സെൻറ്റിഗ്രേഡിനും 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിനും ഇടയിൽ എക്സ്പാൻഷൻ റിക്വയർമെൻറ്റിനനുസരിച്ച് ഹീറ്റ് ചെയ്യേണ്ടതാണ്. ചിത്രം 17 നോക്കാം. ബെയറിങ്ങിൻ്റെ ഇൻറ്റേർണൽ ക്ലിയറൻസ് ബെയറിംഗ് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം ചെക്ക് ചെയ്യുക. ബെയറിങ്ങിന് ഹൗസിങ്ങിൽ കൂടുതൽ ഇൻ്റർഫറൻസ് ഉണ്ടാകുമ്പോൾ ബെയറിങ് ഒരു ഫ്രീസിംഗ് ചേംബറിൽ തണുപ്പിക്കേണ്ടതും, അതായത് -5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ -20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ഹൗസിങ്ങിനുള്ളിലേക്ക് ഈസി ആയിട്ട് തള്ളിക്കയറ്റുന്നു. ചിത്രം 18 നോക്കുക. ബെയറിങ്ങുകളുടെ ഇന്നർ റേസ് ടേപ്പർ ബോറിൽ എല്ലായ്പ്പോഴും ഇൻ്റർഫറൻസ് ഫിറ്റിൽ സാധാരണ ഒരു ടേപ്പർ അഡാപ്റ്റർ സ്ലീവ് അല്ലെങ്കിൽ ഒരു വിത്ഡ്രോവൽ സ്ലീവിൽ ഉറപ്പിക്കുന്നു. ബെയറിങ് ഒറിജിനൽ റേഡിയലിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ ക്ലിയറൻസ് കുറയുന്നു. ഈ കുറഞ്ഞ ക്ലിയറൻസ് ആവശ്യമുള്ളത് ബെയറിംഗ് നിർമ്മാതാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ടേബിളിൽ നിന്നും മനസ്സിലാക്കാം. ചിത്രം 18 കാണിച്ചിരിക്കുന്നത് പോലെ ക്ലിയറൻസ് മെഷർ ചെയ്യാം. അടുത്ത ബെയറിംഗ് ഡിസ്മൗണ്ടിങ്, ബെയറിംഗ് ഊരിയെടുക്കൽ. ബെയറിംഗ് ഊരിയെടുക്കുന്നതിന് ശരിയായ ശ്രദ്ധയും അനുയോജ്യമായ ഉപകരണങ്ങളും ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. യോജിച്ച ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ശരിയായ സാങ്കേതിക വിദ്യ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ബെയറിങ്ങിന് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയും നേരത്തെ തന്നെ തകരാറിലാവുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരു പുള്ളർ ഉപയോഗിക്കുമ്പോൾ പുള്ളറിൻ്റെ പുഷിംഗ് ലെഗുകൾ ഇന്നർ റേസിൽ പിടിപ്പിക്കുന്നു. ചിത്രം 19 നോക്കുക. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു പുള്ളർ പ്ലേറ്റ് പുള്ളിംഗ് ലെഗുകൾ ശരിയായ സ്ഥാനത്ത് പിടിപ്പിക്കുന്ന സൗകര്യത്തിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഫോഴ്സ് ഇന്നർ റേസിൽ പ്രയോഗിക്കുന്നു. ചിത്രം 20 നോക്കുക. പ്രത്യേകം പുള്ളർ പ്ലേറ്റുകൾ 2 ലെഗുകൾ ഉള്ള പുള്ളറിനോടൊപ്പം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പുൾ ഇന്നർ റേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു. ചിത്രം 21 നോക്കുക. വേർപെടുത്താവുന്ന ഇന്നർ റേസ് ടൈപ്പിലുള്ള ബെയറിങ്ങിന് വേണ്ടി പുള്ളർ ലെഗുകൾ ഔട്ടർ റേസിൽ പിടിപ്പിക്കാൻ കഴിയുന്നു. ചിത്രം 22 നോക്കുക. ബെയറിംഗ് ഊരിയെടുക്കുന്നതിന് വേണ്ടി ഔട്ടർ റേസിന് ഹൗസിങ്ങിൽ ഒരു ഇൻ്റർഫറൻസ് ഫിറ്റ് ഉണ്ടായിരിക്കണം. ചിത്രം 22 നോക്കുക. ഒരു സെൽഫ് അലൈനിങ് ബോൾ ബെയറിംഗ് ചിത്രം 23 കാണുന്നത് പോലെ ബെയറിംഗ് പുള്ളർ ഫിക്സ് ചെയ്യുന്നതിനായി ഊരിയെടുക്കൽ പ്രക്രിയ സൗകര്യമാക്കാൻ സിവൽ ചെയ്യാൻ പറ്റുന്നു. അടുത്തത് കെയർ ആൻഡ് മെയിൻ്റനൻസ്. ഒരു നല്ല ബെയറിംഗ് വേർപെടുത്തേണ്ടതില്ല, അല്ലാത്ത പക്ഷം ഇത് തീർത്തും അത്യാവശ്യമാണ്. ബെയറിംഗ് കൈകാര്യം ചെയ്യേണ്ടത് ഡർട്ട്, ഡസ്റ്റ് എന്നിവയിൽ നിന്നും സ്വതന്ത്രമായ ചുറ്റുപാടിലായിരിക്കേണ്ടതാണ്. ഷാഫ്റ്റിലുള്ള ബെയറിംഗ് ഹൗസിംഗ് ബേൺസ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് എന്നിവയിൽ നിന്നും സ്വതന്ത്രമായിരിക്കേണ്ടതാണ്. യോജിച്ച ഉറപ്പിക്കൽ അല്ലെങ്കിൽ വേർപെടുത്തൽ ഉപകരണങ്ങൾ കൂടാതെ ശരിയായ സാങ്കേതിക വിദ്യകൾ എന്നിവ സ്വീകരിക്കേണ്ടതാണ്. ബെയറിംഗ് വേർപെടുത്തുന്ന സമയത്ത് യോജിച്ച സപ്പോർട്ട് ബെയറിങ്ങിനും ഷാഫ്റ്റിനും കൊടുക്കുക. നേരിട്ടുള്ള ഹാമർ കൊണ്ടുള്ള അടികൾ ബെയറിങ്ങിൽ പ്രയോഗിക്കാൻ പാടുള്ളതല്ല. സാധാരണ തീജ്വാല കൊണ്ട് ബെയറിംഗ് ഹീറ്റ് ചെയ്യാൻ പാടില്ല. ചൂടാക്കുന്നതിന് മുമ്പായി എന്തെങ്കിലും ഗ്രീസ് അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് എന്നിവ തീ കത്താൻ ഇടയാകത്തില്ല എന്ന് ഉറപ്പുവരുത്തുക. നിർദ്ദേശിച്ചിരിക്കുന്ന ഗ്രേഡിലും അളവിലുമുള്ള ലൂബ്രിക്കൻ്റ് മാത്രം ബെയറിങ്ങിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുക. The deep groove ball bearing is the most commonly used bearing in industry, being ideal for light loads and high speeds.
It consists of an inner and outer ring and a set of balls, separated by a cage. This bearing can accommodate radial and a combination of light radial and axial loads. The bearing can be supplied in open condition or with 1 or 2 seals or metal shields. Completely sealed or shielded bearings are pre-greased during the manufacturing process and cannot be relubricated. They are commonly used in small electric motors, gearboxes, conveyor support rollers, and similar equipment. The most common way of mounting small deep groove ball bearings is in a cold condition using the SKF fitting tool. The required items are shown in the instructions for use. Do not remove the bearing from its box until everything is ready. Before mounting deep groove ball bearings, care must be taken to ensure that the shaft and housing are not damaged or worn. The use of some light oil on the shaft will assist the fitting. For medium to large size deep groove ball bearings, heat is often used to expand the bearing inner ring. SKF provides a wide range of bearing induction heaters for this purpose. In this instance, a portable induction heater is used. Do not heat the bearing above 110 degrees centigrade and always use protective gloves. The bearing should be held against the shaft shoulder until it cooled sufficiently to grip the shaft. From the dismounting of deep groove ball bearings, a number of methods are available depending on the setup of the bearing. The most frequently used method is for bearings with an interference fit on the shaft. For this application, a jaw-type puller can be used. The bearing can be easily dismounted from the shaft with minimum damage to the raceways. In applications where it is not possible to get behind the bearing, SKF provides a blind puller kit. Select the parts according to the instructions for use. The puller is assembled by placing the specially designed tips between the inner and outer raceways, ensuring pulling forces are on the outer bearing track. With this method, the bearing should never be reused. In applications where the only access is through the bore of the bearing, SKF provides a split collet impact puller. The correct collet size is shown in the instructions for use. When mechanically mounting deep groove ball bearings, damage to the bearing can occur if the mounting force is applied to the non-locating bearing ring, as this would allow the shock load to be transmitted through the rolling elements. The force must always be applied to the ring with the interference fit. Deep groove ball bearings are supplied with a range of predefined radial internal clearances. Normal clearance is not marked. Bearings with a greater than normal clearance are marked with the C3 mark. Always make sure the replacement bearing is identical and has the same internal clearance as the original. അടുത്തതായി പഠിക്കാനുള്ളത് ബെയറിംഗ് മെറ്റീരിയൽസ്. പ്ലെയിൻ ബെയറിങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾക്ക് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കണം. പൊതുവെ ബെയറിംഗ് മെറ്റീരിയലുകൾക്ക് താഴെ പറയുന്ന പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ബെയറിങ്ങിൽ നിന്നുള്ള ഹീറ്റിനെ വഹിച്ചുകൊണ്ട് പോകുന്നതിന് നല്ല തെർമൽ കണ്ടക്ടിവിറ്റി വേണം. അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ലൂബ്രിക്കൻറ്റിൽ നിന്ന് കൊറോഷനെ പ്രതിരോധിക്കുന്നു. ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്ലൈഡിംഗ് മെമ്പറിൻ്റെ സ്ഥിരമായ രൂപാന്തരണമില്ലാതെ
ലോഡ് വഹിക്കാനുള്ള ബലം, ആവശ്യമുള്ള ടെമ്പറേച്ചർ റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഡർട്ട് മറ്റ് അപദ്രവ്യങ്ങളും സർഫസിൽ പതിക്കുന്നതിന് വേണ്ട കഴിവും ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്ലൈഡിംഗ് പാർട്ടിൻ്റെ ഇറുകിപ്പിടിക്കൽ തടയുകയും ചെയ്യുന്നു. തേയ്മാനത്തെ ചെറുക്കാനുള്ള കഴിവ്, ചെറുതായി രൂപാന്തരത്തിനുള്ള കഴിവ്, ലഘുവായ മിസ്അലൈൻമെൻറ്റുകളും സർഫസ് ക്രമരഹിതങ്ങളും പരിഹരിക്കുന്നു. അടുത്തത് ബെയറിംഗ് മെറ്റീരിയൽസ്. പ്ലെയിൻ ബെയറിങ്സ്, വൈറ്റ് മെറ്റൽ. വ്യത്യസ്ത കോമ്പോസിഷനിലുള്ള വൈറ്റ് മെറ്റലുകൾ വിവിധ ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വൈറ്റ് മെറ്റലുകൾ ഒന്നുകിൽ ടിൻ അല്ലെങ്കിൽ ലെഡ് ബേസ് ആയിട്ടുള്ളതാണ്. ടിൻ ബേസ് ആയിട്ടുള്ള വൈറ്റ് മെറ്റലുകൾ മിക്കപ്പോഴും ബാബിറ്റ് മെറ്റൽ എന്നറിയപ്പെടുന്നു. വൈറ്റ് മെറ്റൽ ബെയറിങ് അലോയികളിലും ചെറിയ അളവിൽ കോപ്പറും ആൻറ്റിമണിയും വ്യത്യസ്ത അനുപാതങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. മറ്റു ബെയറിംഗ് മെറ്റീരിയലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈറ്റ് മെറ്റൽ ബെയറിങ്ങുകൾക്ക് താഴ്ന്ന ലോഡ് വഹിക്കാനുള്ള കഴിവേ ഉള്ളൂ. ഈ മെറ്റലിൻ്റെ ബലം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഈ തകരാറുകൾ നേരിടുന്നതിന് ഉയർന്ന സ്ട്രെങ്തിലുള്ള ഫാറ്റീഗ് റെസിസ്റ്റൻ്റ് മെറ്റീരിയലിൻ്റെ ലെയർ തിൻ വൈറ്റ് മെറ്റൽ ലെയറിനും ഒരു സ്റ്റീൽ ബാക്കിങ്ങിനുമിടയിൽ ഉൾക്കൊള്ളിക്കുന്നു. അടുത്തത് കാഡ്മിയം ബേസ് അലോയ്. ഈ അലോയ്കൾക്ക് വൈറ്റ് മെറ്റൽ ബെയറിങ്ങുകളേക്കാൾ ഉയർന്ന പ്രതിരോധ ശേഷിയുണ്ട്, പക്ഷേ കൊറോഷനെതിരായിട്ട് ദുർബലമായ പ്രതിരോധമേ ഉള്ളൂ. ഈ അലോയ്കളിൽ സാധാരണ ചെറിയ അളവിൽ നിക്കലും കോപ്പറും സിൽവറും അടങ്ങിയിരിക്കുന്നു. ഈ അലോയ്കൾ കൊണ്ടുണ്ടാക്കിയ ബെയറിങ്ങുകൾക്ക് ഉയർന്ന ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാനും ഉയർന്ന ലോഡ് വഹിക്കാനുമുള്ള കഴിവുണ്ട്. കോപ്പർ ലെഡ് അലോയ്സ്. ഇതിൽ കോപ്പറും ലെഡും അടങ്ങിയിരിക്കുന്നു. ഇതിന് കാഡ്മിയം ബേസ് ആയിട്ടുള്ള അലോയ്കളെക്കാളും ഉയർന്ന ലോഡ് വഹിക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വൈറ്റ് മെറ്റൽ ബെയറിങ്ങുകൾക്ക് വേണ്ടതിനേക്കാൾ ഉയർന്നതാണ്. ഈ അലോയ് ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷനുകളായ പ്രധാന ഭാഗവും കണക്റ്റിംഗ് റോഡ് ബെയറിങ്ങുകളും കൂടാതെ ടർബൈനും ഇലക്ട്രിക് മോട്ടോറും മിതമായ ലോഡിലും സ്പീഡിലുമുള്ള ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു. അടുത്ത ലെഡ് ബ്രോൺസ് ആൻഡ് ടിൻ ബ്രോൺസ്. ലെഡ് ബ്രോൺസിൽ ഏകദേശം 25% വരെ ലെഡും ടിൻ ബ്രോൺസിൽ 10% വരെ ടിന്നും അടങ്ങിയിരിക്കുന്നു. ഇവ സിംഗിൾ മെറ്റീരിയൽ ആയിട്ട് ഏതെങ്കിലും പുറംപാളിയായിട്ടോ അല്ലെങ്കിൽ സ്റ്റീൽ ബാക്കിംഗ് ആയിട്ടോ ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ ബെയറിങ്ങുകൾ ഇടത്തരം ലോഡിൻ്റെയും സ്പീഡിൻ്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അലൂമിനിയം അലോയ്സ്. അലൂമിനിയത്തിനോടൊപ്പം ചെറിയ അളവിൽ ടിൻ, സിലിക്കൺ, കാഡ്മിയം, നിക്കൽ അല്ലെങ്കിൽ കോപ്പർ എന്നിവ ചേർത്ത് അലോയ് ആക്കുന്നു. അലൂമിനിയം അലോയിൽ 20 മുതൽ 30% ടിന്നും 3% വരെ കോപ്പറും ആവശ്യമാണ്. ബ്രോൺസ് ബെയറിങ്ങുകൾക്ക് പകരം ചില ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നു. ഇത് ഹാർഡ് ജേർണലുകൾക്ക് വേണ്ടി ഏറ്റവും യോജിച്ചതാണ്. ഇത് അധികം ക്ലിയറൻസ് ബെയറിങ്ങിനും ജേർണലിനുമിടയിൽ കൊടുക്കുന്നതിനും ഉയർന്ന തെർമൽ എക്സ്പാൻഷൻ്റെ ഫലങ്ങൾ നേരിടുന്നതിനും അത്യാവശ്യമാണ്. ബെയറിങ്ങുകൾക്ക് വേണ്ടി അലൂമിനിയം അലോയ്കൾ ഉയർന്ന ലോഡ് വഹിക്കുന്നതിനും സ്ട്രെങ്തിനും തെർമൽ കണ്ടക്ടിവിറ്റിയും വേണ്ടിയുള്ള പ്രത്യേക ഗുണങ്ങളോടുകൂടി ലഭ്യമാണ്. അടുത്തത് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ ലൈറ്റ് ലോഡിനും താഴ്ന്ന സ്പീഡ് ആപ്ലിക്കേഷനും വേണ്ടി ബെയറിംഗ് മെറ്റൽ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് സിൻറ്റേഡ് അലോയ്സ്. വിവിധതരം മെറ്റലുകളുടെ പൗഡർ ആവശ്യമുള്ള പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് അച്ചിൽ വെച്ച് കംപ്രസ് ചെയ്ത് ചൂടാക്കി സാവധാനം തണുപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സിൻറ്ററിങ് എന്ന് പറയുന്നത്. ബെയറിംഗ് മെറ്റലുകൾ, അതായത് പ്ലെയിൻ അല്ലെങ്കിൽ ലെഡ് ബ്രോൺസ്, അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവ മെറ്റലിൽ പോറോസിറ്റി സിൻറ്ററിങ് പ്രക്രിയ വഴി ഉണ്ടാക്കുന്നു. ബെയറിങ്ങുകളുടെ ഘടന സിൻറ്ററിങ് പ്രക്രിയ വഴി സ്പോഞ്ചിയായി ഉണ്ടാക്കിയും മെച്ചപ്പെട്ട അളവിൽ ഓയിൽ പിടിക്കുന്നതിനും അബ്സോർബ് ചെയ്യുന്നതിനും കഴിയുന്നു. ഈ ബെയറിങ്ങുകൾ ശരിക്കും ഒരു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ടൈപ്പായി ഉപയോഗിക്കുന്നു. ഈ ബെയറിങ്ങുകൾ ലൂബ്രിക്കേഷൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. അടുത്തത് പ്ലാസ്റ്റിക്സ്.
വിവിധതരം പ്ലാസ്റ്റിക്കുകൾ താഴെപ്പറയുന്ന കാരണങ്ങൾ കൊണ്ട് ബെയറിങ്ങുകൾക്കായി ഉപയോഗിക്കുന്നു. കൊറോഷനെതിരെ നല്ല പ്രതിരോധം, ശബ്ദരഹിതമായ ഓപ്പറേഷൻ, വ്യത്യസ്ത രൂപങ്ങളിൽ അനായാസം മോൾഡ് ചെയ്യാനുള്ള കഴിവ്, ലൂബ്രിക്കേഷൻ്റെ ആവശ്യം ഒഴിവാക്കുന്നു. ഏറ്റവും പൊതുവായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലുകളുടെ തരങ്ങൾ ഇവയാണ്: ലാമിനേറ്റഡ് ഫിനോലിക്സ്, നൈലോൺ, ടെഫ്ലോൺ. ലാമിനേറ്റഡ് ഫിനോലിക്സ് കോട്ടൺ തുണി, ആസ്ബറ്റോസ് അല്ലെങ്കിൽ മറ്റു മെറ്റീരിയലുകൾ പരിമിതമായ ഫിനോലിക് റെസിനും കൂടെ ഉൾക്കൊള്ളുന്നു. ഈ മെറ്റീരിയലിന് ഉയർന്ന ബലവും ഷോക്ക് റെസിസ്റ്റിംഗ് ഗുണങ്ങളുമുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ താപചാലകത താഴ്ന്നതാണ്. ഈ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ബെയറിങ്ങുകൾക്ക് വേണ്ടത്ര കൂളിംഗ് സൗകര്യങ്ങൾ ഉണ്ട്. അടുത്ത നൈലോൺ. ഇത് വിപുലമായി ലഘുവായ ലോഡിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. നൈലോൺ ബെയറിങ്ങുകൾ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിന് ലൂബ്രിക്കേഷൻ്റെ ആവശ്യമില്ല. ടെഫ്ലോൺ. ഈ മെറ്റീരിയലിന് സെൽഫ് ലൂബ്രിക്കേഷൻ ഗുണങ്ങൾ, കെമിക്കലുകളെ നേരിടുന്നതിനുള്ള പ്രതിരോധം, ഫ്രിക്ഷൻ്റെ കുറഞ്ഞ ഗുണാങ്കം കൂടാതെ വിപുലമായ ടെമ്പറേച്ചർ റേഞ്ചിനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് എന്നിവയുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ ചിലവ് കൂടുതലും ലോഡ് വഹിക്കാനുള്ള കഴിവ് കുറവുമാണ്. രണ്ട് കൂടിച്ചേരുന്ന മെഷിൻ്റെ ഭാഗങ്ങളുടെ ചലനം ഹീറ്റ് ഉണ്ടാക്കുന്നു. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുകയും അതിൻ്റെ ഫലമായി കൂടിച്ചേരുന്ന ഭാഗങ്ങൾ മൊത്തത്തിൽ കേടാകുന്നു. അതുകൊണ്ട് ഉയർന്ന വിസ്കോസിറ്റിയുള്ള കൂളിംഗ് മീഡിയത്തിൻ്റെ ഒരു ഫിലിം ലൂബ്രിക്കൻ്റ് എന്നറിയപ്പെടുന്നത് കൂടിച്ചേരുന്ന ഭാഗങ്ങൾക്കിടയിൽ അപ്ലൈ ചെയ്യുന്നു. ലൂബ്രിക്കൻ്റ് എന്ന പദാർത്ഥത്തിന് ഒരു ഓയിലിൻ്റെ ഗുണം ഫ്ലൂയിഡ് രൂപത്തിൽ സെമി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ ലഭ്യമാണ്. ഇത് മെഷിൻ്റെ ജീവരക്തമാണ്. പ്രധാന ഭാഗങ്ങളെ കുറ്റമറ്റ അവസ്ഥയിൽ നിലനിർത്തുകയും മെഷിൻ്റെ ലൈഫ് ദീർഘിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മെഷിനെയും അതിൻ്റെ ഭാഗങ്ങളെ കൊറോഷനിൽ നിന്നും തേയ്മാനത്തിൽ നിന്നും സംരക്ഷിക്കുകയും ഫ്രിക്ഷൻ ലഘൂകരിക്കുകയും ചെയ്യുന്നു. ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യകതകൾ: ഫ്രിക്ഷൻ കുറയ്ക്കുന്നു, തേയ്മാനം തടയുന്നു, ഒട്ടിപ്പിടിക്കൽ തടയുന്നു, ലോഡ് വിസ്ഥാപിക്കുന്നതിൽ സഹായിക്കുന്നു, ചലിക്കുന്ന ഭാഗങ്ങൾ തണുപ്പിക്കുന്നു, കൊറോഷൻ തടയുന്നു, മെഷിൻ്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാകുന്നതിന് ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.